വിയൂർ സെൻട്രൽ ജയിലിലെ തടവുകാരൻ ബാലമുരുകൻ രക്ഷപ്പെട്ടു. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. തമിഴ്നാട് പോലീസ് ജയിലിൽ എത്തിക്കുന്ന സമയത്തായിരുന്നു രക്ഷപ്പെടൽ. ജയിലിന് സമീപത്തെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനായി കൈവിലങ്ങ് അഴിച്ചു നൽകിയപ്പോൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സംഭവത്തിൽ തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴിയിൽ വ്യക്തത തേടി കേരള പോലീസ്. തമിഴ്നാട് പോലീസ് സംഘം സഞ്ചരിച്ചിരുന്ന കാറിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിക്കുന്നുണ്ട്. ബാലമുരുകൻ്റെ രക്ഷപ്പെടലുമായി ബന്ധപ്പെട്ട് നൽകിയ സമയമടക്കം പുനഃപരിശോധിക്കുന്നുണ്ട്. വിവരങ്ങളുമായി ഹരീഷ് ചേരുകയാണ്. ഹരീഷ്, വളരെ ആഴത്തിലുള്ള ഒരു അന്വേഷണം തന്നെയാണ് ഇക്കാര്യത്തിൽ ബാലമുരുകനെ കണ്ടെത്താനായി വേണ്ടിവരുന്നത്. കാരണം തികച്ചും നാടകീയമായ രീതിയിൽ തന്നെയാണ് ഒരു സുരക്ഷാ വലയത്തിനുള്ളിൽ നിന്ന്, തമിഴ്നാട് പോലീസിൻ്റെ ഒരു സുരക്ഷാ വലയത്തിനുള്ളിൽ നിന്ന് ഇയാൾ വളരെ ഈസിയായി രക്ഷപ്പെടുന്നത്. ഇപ്പോൾ അന്വേഷണം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്? ഏതെങ്കിലും തരത്തിൽ ഈ പോലീസുകാരുടെ ഭാഗത്തുനിന്ന്, സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയുണ്ടായി എന്ന് മനസ്സിലാക്കാനാകുമോ? സ്വപ്ന, തീർച്ചയായും ഇപ്പോൾ അന്വേഷിക്കുന്ന അത് തന്നെയാണ്. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും വീഴ്ചയുണ്ടായോ എന്നുള്ളൊരു കാര്യത്തിൽ വ്യക്തത വരാനുണ്ട്. കാരണം ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇയാൾ ഈ ഒരു ഹോട്ടലിന് സമീപം പ്രാഥമിക ആവശ്യങ്ങൾക്കായി വണ്ടി നിർത്തണമെന്ന് പറയുകയും വിലങ്ങഴിച്ച ഒപ്പം ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ കൂടെ ഇറങ്ങുകയും ചെയ്തു. അപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മതിൽ ചാടി ഇയാൾ രക്ഷപ്പെട്ടു പോയി എന്നുള്ളൊരു മൊഴിയാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി നമുക്ക് ലഭിച്ചത്. അത്തരത്തിൽ ഇത്രയും സുരക്ഷാ ഉദ്യോഗസ്ഥർ വാഹനത്തിലിരിക്കെ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ മാത്രം ഇയാളുടെ പുറത്തിറങ്ങുന്നു. ഇയാൾ മതിൽ ചാടി അപ്പുറത്തേക്ക് പോകുന്നു. അതിനുശേഷം ഒരുപാട് തിരഞ്ഞെങ്കിലും ഇയാളെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നൊക്കെയാണ് പോലീസിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും വരുന്ന വിവരങ്ങൾ. അത് എത്രത്തോളം ശരിയാണ്, അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്തുനിന്ന് മറ്റു വീഴ്ചകൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ വ്യക്തത വരാനുള്ളത്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ കൂടുതൽ അന്വേഷണങ്ങൾ തമിഴ്നാട് പോലീസിന്റെ അടക്കം മൊഴി ശേഖരിക്കുന്നുണ്ട്. ഇയാളുടെ പണ്ടത്തെ ഈ ഒരു പോലീസിനെ വെട്ടിച്ചു കടന്നു കളഞ്ഞ ഒരു കേസുണ്ട്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധനയുണ്ട്. ഏകദേശം 53ഓളം കേസുകളുള്ള ഒരു വ്യക്തി, ഒരു ക്രിമിനൽ കൂടിയാണ് ഇയാൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത്തരത്തിലുള്ള ഒരാളെ കൈകാര്യം ചെയ്യുമ്പോൾ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും പിഴവ് സംഭവിച്ചോ എന്നുള്ളൊരു കാര്യമാണ് സ്വാഭാവികമായും പ്രാഥമികമായി മനസ്സിലാക്കേണ്ടത്. അത്തരം നടപടികളുണ്ടെങ്കിൽ അത് കൃത്യമായി അവർക്കെതിരെ മറ്റ് നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇയാൾ ഈ ഒരു മതിൽ ചാടിപ്പോയതിനു ശേഷമാണ് ഇവർ ലോക്കൽ പോലീസിനെ ഇത്തരത്തിൽ വിവരം അറിയിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്നാൽ ഈ ജയിൽ വളപ്പിന്റെ മതിലാണ് ചാടിയതും എന്നുള്ള അത്തരത്തിലുള്ളൊരു വിവരവും ലഭിക്കുന്നുണ്ട്. ജയിൽ വളപ്പിന്റെ മതിൽ ചാടി ഉള്ളിലേക്ക് കടന്ന പ്രതി എങ്ങനെയാണ് അവിടെ നിന്നും മിസ്സാവുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് സ്വാഭാവികമായും ഉയരുന്നത്. അത്തരത്തിൽ ജയിൽ വളപ്പിന് ഉള്ളിലേക്ക് ചാടിയ ഒരു പ്രതിയെ കണ്ടെത്താൻ എന്താണ് പോലീസിന് ബുദ്ധിമുട്ട് എന്നുള്ളൊരു കാര്യം കൂടി സ്വാഭാവികമായി ഉയരുന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും ഇപ്പോഴും പോലീസിന്റെ ഭാഗത്തുനിന്നും വ്യക്തത വരാനുണ്ട്. ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരാനുണ്ട് എന്നുള്ളതാണ് ഈ ഒരു കേസുമായി ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ജയിൽ വളപ്പിന്റെ ഉള്ളിലേക്ക് സ്വാഭാവികമായും പ്രതി ചാടിയെങ്കിൽ തീർച്ചയായും ആ പ്രതിയെ പിടികൂടാൻ പോലീസിന് എളുപ്പത്തിൽ സാധിക്കുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതോ മറ്റ് ഏതെങ്കിലും മതിൽ ചാടിയാണോ ഇയാൾ രക്ഷപ്പെട്ടത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്നും ചില ആശയക്കുഴപ്പങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു കാര്യം, സമീപത്തു നിന്നും ഇയാളുടെ ചെരുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ആ പ്രതി ഓടി രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്തെ ചെരുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇത് രാവിലെ നമുക്ക് ലഭിച്ച വിവരപ്രകാരം ഇയാൾ കാറിൽ കയറി രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അവിടെയും ഇത്തരത്തിൽ വസ്തുത വിരുദ്ധപരമായ ചില കാര്യങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ കാറിൽ കയറി രക്ഷപ്പെടാനുള്ള സാഹചര്യം എന്താണ്? അത്തരത്തിൽ അയാൾ രക്ഷപ്പെട്ടുവെങ്കിൽ ഏത് വിധേനയാണ് ആ കാർ വന്നത്? അയാളെ വേറെ ആരെങ്കിലും സഹായിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തത വരാനുണ്ട്. വലിയ ഒരു ദുരൂഹത ഇപ്പോൾ ഈ ഒരു ജയിൽ ചാട്ടവുമായി, അല്ലെങ്കിൽ ഈ ഒരു പ്രതിയുടെ രക്ഷപ്പെടലുമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇതിന് കൃത്യമായ ഉത്തരം പറയേണ്ടത്. പക്ഷേ അവർ പറയുന്ന പല കാര്യങ്ങളിലും ഇത്തരത്തിൽ വസ്തുതാവിരുദ്ധമായ, അല്ലെങ്കിൽ ചില കൃത്യതയില്ലാത്ത വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും പോലീസ് ഈ ഒരു വിഷയത്തിൽ എത്രയും പെട്ടെന്ന് കൂടുതൽ അന്വേഷണം നടത്തി ഇവരുടെ ഭാഗത്തുനിന്ന് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഈ ഒരു കേസിൽ ഇനി ചെയ്യാനുള്ളത്. എന്തായാലും ജില്ലാ അതിർത്തിയിലും ജില്ലയ്ക്കുള്ളിലുള്ള എല്ലാ പ്രദേശത്തും കൃത്യമായ രീതിയിൽ തന്നെ ഇയാൾക്കെതിരെയുള്ള തിരച്ചിൽ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇയാളെ പിടികൂടുക എന്നുള്ളത് പോലീസിന്റെ കൂടി ഉത്തരവാദിത്തമാണ്. അവരുടെ അഭിമാനത്തിന്റെ ഒരു പ്രശ്നം കൂടിയാണ്. കാരണം പോലീസിന്റെ പക്കൽ നിന്നാണ് ഇയാൾ ഇപ്പോൾ രക്ഷപ്പെട്ട പോയത്. അതും ഇത്രയും സന്നാഹങ്ങളൊക്കെ ഉള്ള ഈ ഒരു സാഹചര്യത്തിൽ വിയൂർ ജയിൽ, ഏറ്റവും സുരക്ഷിതമായ ജയിലുള്ള വിയൂർ ജയിലിന്റെ സമീപത്ത് വെച്ച് ഈ ഒരു ഇത്രയും കേസിലെ പ്രതിയായ ഒരു കുറ്റവാളി
രക്ഷപ്പെടുക എന്ന് പറയുന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വീഴ്ചയാണ്, പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ അപമാനം തന്നെയാണ് എന്ന് വേണം എടുത്തു പറയാൻ. എന്തായാലും വലിയ രീതിയിൽ വല വീശിയിരിക്കുകയാണ്. ഈ ജില്ലാ അതിർത്തിയിലടക്കം വലിയ പോലീസിന്റെ സന്നാഹമുണ്ട്. എത്രയും പെട്ടെന്ന് ഇയാളെ പിടികൂടുക എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ പോലീസിന്റെ ലക്ഷ്യം. സ്വപ്ന.